ജലരേഖകൾ. കഥ എഴുതിയത് സോജൻ ജോൺ. മുംബൈയിൽ ജോലിയുള്ള പയ്യൻ്റെ ആലോചന വന്നപ്പോൾ ഒന്നുകൂടി ആലോചിച്ചിട്ട് പോരേയെന്ന് അമ്മ പലവട്ടം പറഞ്ഞതാണ്. നാട്ടിലെ കുടുംബ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ആ കുടുംബത്തെപ്പറ്റി വളരെ നല്ല അഭിപ്രായമാണ് പള്ളിയിലച്ഛൻ ഉൾപ്പെടെ പറഞ്ഞത്. പയ്യൻ്റെ വീടും ചുറ്റുപാടും പോയി കണ്ട് റിപ്പോർട്ട് നൽകാൻ മുംബൈയിൽ തന്നെ സെറ്റിലായിരുന്ന പപ്പയുടെ കസിൻ ബ്രദറിനെ ഏൽപ്പിക്കുകയും അദ്ദേഹം കുടുംബമായി തന്നെ ചെന്ന് കണ്ട് നല്ല റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് കല്യാണം ഉറപ്പിക്കാൻ പപ്പ തീരുമാനിച്ചത്. പിന്നെ എല്ലാം പെട്ടെന്നായിരുന്നു. ആമ്പല്ലൂരുള്ള അവരുടെ കുടുംബ വീട് സ്ഥിതി ചെയ്യുന്ന ഇടവക പള്ളിയിൽ വച്ചായിരുന്നു വിവാഹം. ഷാജുവിന് അധിക ദിവസം ലീവില്ലാതിരുന്നതിനാൽ 10 ദിവസം കഴിയുന്നതിന് മുമ്പ് തന്നെ പ്രിൻസി ഷാജുവിനോടൊപ്പം മുംബൈക്ക് ട്രെയിൻ കയറി. കുർല സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങുമ്പോൾ ഉള്ളിൽ സംഭ്രമമുണ്ടായിരുന്നു അവൾക്ക്. മുംബൈയിൽ ജനിച്ചു വളർന്ന ഷാജുവിൻ്റെ മലയാളികളും അല്ലാത്തവരുമായ കൂട്ടുകാർ റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവർ ഹിന്ദിയിൽ എന്തൊക്കെയോ പറഞ്ഞ് ഷാജുവിനെ കളിയാക്കുന്നുണ്ടായിരുന്നു. ഒന്നും മനസ്സിലായില്ല. ഒരു ടാക്സിയിൽ കയറി അമ്പരചുംബികളായ കെട്ടിടങ്ങൾ കണ്ടുകൊണ്ട് പുറത്തേക്ക് നോക്കിയിരുന്നു. ഘാട്ട്കൊപ്പർ എന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു. പിന്നീട് കാർ കുറേ ഊടുവഴികളിലൂടെ കുറേ നേരം സഞ്ചരിച്ചിട്ട് ചേരി പ്രദേശം പോലെ തോന്നിക്കുന്ന ഒരു സ്ഥലത്തെത്തിയപ്പോൾ നിർത്താൻ ഷാജു ആംഗ്യം കാണിച്ചു. പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ രമാബായി ചാൽ എന്ന കമാനം കണ്ടു. കൂട്ടുകാർ ബാഗുകളെടുത്ത് മുന്നിൽ നടന്നു. തൻ്റെ കയ്യിലിരുന്ന ചെറിയ ഹാൻഡ് ബാഗും കയ്യിൽ പിടിച്ച് പ്രിൻസി ഷാജുവിനെ അനുഗമിച്ചു. പണ്ട് വേളാങ്കണ്ണിക്ക് പോയപ്പോൾ തമിഴ്നാട്ടിൽ കണ്ട വിരികൾ അല്ലെങ്കിൽ ലയങ്ങൾ പോലെയുള്ള ഒരു ഷീറ്റ് മേഞ്ഞ കുറേ കെട്ടിടങ്ങൾക്കുള്ളിലേക്ക് പ്രവേശിച്ച് ഒരു ചെറിയ വാതിലിന് മുന്നിൽ ഷാജു നിന്നു. അതാണ് വീടെന്ന് മനസ്സിലായി. ട്രെയിൻ സമയത്തായിരുന്നോ എന്ന് ചോദിച്ചുകൊണ്ട് ഷാജുവിൻ്റെ അമ്മയും സഹോദരിയും ഇറങ്ങി വന്നു. വാ മോളെ, കേറി വാ, തലമുട്ടാതെ സൂക്ഷിച്ചോണേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ബാഗ് കയ്യിൽ വാങ്ങി. ചായ കുടി കഴിഞ്ഞ് കൂട്ടുകാർ യാത്ര പറഞ്ഞു പോയി. നമ്മുടെ മുറി മുകളിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജു പെട്ടിയുമെടുത്ത് ഗോവണിപ്പടി കയറി. പിറകെ പ്രിൻസിയും. ഏകദേശം 4 അടി മാത്രമുള്ള വാതിലിൽ കൂടി കടക്കുമ്പോൾ തല തല എന്ന് ഷാജു പറയുന്നുണ്ടായിരുന്നു. നിവർന്നു നിന്നാൽ തല മച്ചിൽ മുട്ടുന്ന ഒരു കുടുസുമുറി, മരപ്പലക കൊണ്ടുണ്ടാക്കിയ ചുവരുകളും തറയും, ഒരു ചെറിയ കട്ടിൽ, ഒരു ചെറിയ മേശ. അതായിരുന്നു അവളുടെ ബെഡ്റൂം. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ ഏതാണ്ട് 7 മണി. ടോയ്ലറ്റ് എവിടെ അമ്മേ എന്ന് ചോദിച്ചുകൊണ്ട് വീട്ടിനുള്ളിൽ പരതിയപ്പോൾ പുറത്താണ് ചേച്ചി എന്ന് ഷാജുവിൻ്റെ അനിയത്തി ജിൻസി പറഞ്ഞു. നാട്ടിൽ പണ്ടുണ്ടായിരുന്നത് പോലെ പുറത്തായിരിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ട് പുറത്തേക്കിറങ്ങിയപ്പോൾ ബക്കറ്റും വെള്ളവും പുറത്തുണ്ട് കേട്ടോ എന്ന് അമ്മ വിളിച്ചു പറയുന്നത് കേട്ടു. പുറത്തേക്കിറങ്ങി നോക്കിയപ്പോൾ പ്രിൻസി ഞെട്ടി. പുറത്ത് ബക്കറ്റും വെള്ളവും കയ്യിൽ പിടിച്ചു നിൽക്കുന്ന ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും നീണ്ട നിര. പല വീട്ടുകാർക്ക് കൂടിയുള്ള പൊതു കക്കൂസ്. അവൾ അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചുപോയി. പ്രകൃതിയുടെ വിളിയെ പിടിച്ചു നിർത്തിക്കൊണ്ട് അവൾ തിരികെ വീട്ടിനുള്ളിലേക്ക് കയറി. പക്ഷേ എത്ര നേരം പിടിച്ചു നിൽക്കും? കുറെ കഴിഞ്ഞ് ഏകദേശം 9 മണിയായപ്പോൾ അവൾ ബക്കറ്റും വെള്ളവുമായി വീണ്ടും പുറത്തിറങ്ങി. അപ്പോഴും 3-4 പേര് വരിയിലുണ്ടായിരുന്നു. അകത്തു കടന്നപ്പോൾ ദുഷിച്ച വായുവിൻ്റെ ഗന്ധമേറ്റ് അവൾക്ക് മനം പുരട്ടൽ വന്നു. പെട്ടെന്ന് ഒരു വിധത്തിൽ കാര്യം സാധിച്ചിട്ട് അവൾ പുറത്തിറങ്ങി. വല്ലാത്തൊരു മോഹഭംഗം അവളിൽ നിറഞ്ഞു. നാട്ടിലെ സ്വന്തം വീട്ടിൽ രാവിലെ തോന്നുമ്പോൾ എഴുന്നേറ്റ് തോന്നുമ്പോൾ അറ്റാച്ച്ഡ് ബാത്റൂമിൽ പോയിരുന്ന കാര്യം ഓർത്തപ്പോൾ അവളുടെ കണ്ണ് നിറഞ്ഞു. അപ്പോഴേക്കും ജിമ്മിൽ പോയിട്ട് വന്ന ഷാജു കാണാതെ അവൾ മുകളിലേക്ക് കയറി. രാത്രി അവർ രണ്ടും തനിച്ചായപ്പോൾ അവൾ ഷാജുവിനോട് പറഞ്ഞു, ഇവിടെ വീട്ടിനുള്ളിൽ എന്താ ചേട്ടാ ടോയ്ലറ്റ് ഇല്ലാത്തത്? പുറത്ത് പലർ ഉപയോഗിക്കുന്ന ടോയ്ലറ്റ് ഉപയോഗിക്കാൻ നിങ്ങൾക്കൊന്നും ബുദ്ധിമുട്ട് തോന്നുന്നില്ലേ? അത് നീ നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് തോന്നുന്നതാണ്. കുറെ കഴിയുമ്പോൾ പരിചയമായിക്കൊള്ളും. ഷാജു നിസ്സാരമായി മറുപടി പറഞ്ഞുകൊണ്ട് മൊബൈൽ സ്ക്രീനിലേക്ക് തലതിരിച്ചു. ദിവസങ്ങൾ കഴിഞ്ഞിട്ടും പ്രഭാതകൃത്യങ്ങളുമായി പൊരുത്തപ്പെട്ടു പോകാൻ അവൾക്ക് സാധിച്ചില്ലെന്ന് മാത്രമല്ല, ദിവസങ്ങൾ ചെല്ലുന്തോറും മടുപ്പും വെറുപ്പും അവളിൽ വർദ്ധിച്ചു വന്നു.
വൃത്തിഹീനവും സിഗരറ്റിൻ്റെയും കീഴ്വായുവിൻ്റെയും മനം മടുപ്പിക്കുന്ന സമ്മിശ്ര ഗന്ധം നിറഞ്ഞു നിൽക്കുന്നതുമായ ടോയ്ലറ്റിനുള്ളിൽ സംതൃപ്തിയോടെ കാര്യം സാധിക്കാനാകാതെ അവൾക്ക് എപ്പോഴും വയറുവേദനയായിരുന്നു. കുറെ കഴിയുമ്പോൾ എല്ലാം ശരിയായിക്കോളും ചേച്ചി എന്നുള്ള ജിൻസിയുടെ ആശ്വാസ വാക്കുകൾക്ക് അവളുടെ പ്രയാസങ്ങളെ അകറ്റാനായില്ല. മാസത്തിലെ ആ 5 ദിവസങ്ങൾ മാനേജ് ചെയ്യാൻ അവൾ പെടാപ്പാടുപെട്ടു. ഷാജു ജോലി വിട്ട് സ്വന്തമായി ബിസിനസ് ചെയ്യാൻ തുടങ്ങിയിരുന്നു. എന്തോ ഡയറക്റ്റ് മാർക്കറ്റിംഗ് ആണെന്നാണ് പ്രിൻസിയോട് പറഞ്ഞിരുന്നത്. അതോടെ ഷാജു കൂടുതൽ ബിസിയായി. അല്ലെങ്കിൽ തന്നെ കോളനിയിലെ ദഹിയണ്ടി, മറ്റാഘോഷങ്ങൾ, കൂട്ടുകാരുമായി ക്രിക്കറ്റ് കളി തുടങ്ങിയവയിൽ വ്യാപൃതനായിരുന്ന ഷാജുവിന് പ്രിൻസിയുടെ ആകുലതകൾ ശ്രദ്ധിക്കുവാൻ സമയമുണ്ടായിരുന്നില്ല. അങ്ങനെയിരിക്കെ ഡോംബിവലിയിലുള്ള ഷാജുവിൻ്റെ രണ്ടാമത്തെ സഹോദരി ഷീനയുടെ വീട്ടിൽ ഷാജുവും പ്രിൻസിയും കൂടെ വിരുന്നിന് പോയി. ഷീനയുടെ ഭർത്താവ് ദുബായിൽ നിന്ന് ലീവിൽ വരാൻ കാത്തിരുന്നതിനാലാണ് അവിടെ പോകാൻ അത്രയും താമസിച്ചത്. അടുത്തുള്ള ബന്ധുവീടുകളിലൊക്കെ നേരത്തെ തന്നെ പോയിരുന്നു. ഡോംബിവലിയിൽ പോയപ്പോഴാണ് ഫ്ലാറ്റ് സമുച്ചയത്തിലുമുള്ള താമസ സൗകര്യങ്ങൾ പ്രിൻസി ആദ്യമായി കാണുന്നത്. കുറച്ചു ദൂരം യാത്ര ചെയ്യണമെങ്കിലും വീട്ടിനുള്ളിൽ തന്നെയുള്ള ടോയ്ലറ്റ് സൗകര്യം അവളെ വളരെയധികം സ്വാധീനിച്ചു. നമുക്കും ഷീനയുടേതുപോലെയുള്ള ഒരു ബിൽഡിങ്ങിലേക്ക് താമസം മാറിയാലോ ചേട്ടാ? നമുക്ക് തനിയെ വേണ്ട, എല്ലാവർക്കും കൂടി മാറാം. കല്യാണം കഴിഞ്ഞയുടനെ തന്നെ തലയണ മന്ത്രം ഉപയോഗിച്ച് ഭർത്താവിനെയും കൊണ്ട് വേറെ താമസിക്കാൻ പോയി എന്നുള്ള പഴി ഒഴിവാക്കാനാണ് പ്രിൻസി അങ്ങനെ ചോദിച്ചത്. നോക്കാം എന്ന ഒഴുക്കൻ മട്ടിൽ മൂളിയതല്ലാതെ ഷാജു പ്രത്യേക താല്പര്യമൊന്നും കാണിച്ചില്ല. മാസങ്ങൾ കഴിഞ്ഞുപോയി. ഷാജുവിൻ്റെ ബിസിനസ് വളർന്നു. ജീവിത രീതി മെച്ചപ്പെട്ടു. വീട്ടിൽ പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങി. 1-2 പ്രാവശ്യം നാട്ടിൽ പോയി വന്നത് ഫ്ലൈറ്റിലായിരുന്നു. എല്ലാ ഞായറാഴ്ചയെയും പ്രിൻസിയെയും കൂട്ടി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ ഷാജു പോകുമായിരുന്നു. എന്നാൽ വയറ് കേടായാൽ പിറ്റേ ദിവസം ഒരു തവണയിൽ കൂടുതൽ പ്രാവശ്യം ടോയ്ലറ്റിൽ പോകേണ്ടി വരുമെന്ന് ഭയപ്പെട്ട് ഒരിക്കലും പുറത്തെ ഭക്ഷണം എൻജോയ് ചെയ്യാൻ അവൾക്ക് കഴിഞ്ഞിരുന്നില്ല. ദിവസം ചെല്ലുന്തോറും ചാലിലെ താമസത്തോടുള്ള മടുപ്പും വെറുപ്പും അവളിൽ കൂടിക്കൂടി വന്നു. വെള്ളത്തിൻ്റെയും മറ്റും ചെറിയ പ്രശ്നങ്ങളെയും ചൊല്ലിയുള്ള സ്ത്രീജനങ്ങളുടെ വഴക്കും ബഹളവും അവളിൽ മടുപ്പും വെറുപ്പും ഉളവാക്കി. ടോയ്ലറ്റിൽ പോകേണ്ടി വരുമോ എന്ന് ഭയപ്പെട്ട് അവൾ ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാതെയായി. മാസത്തിലെ ആ ദിവസങ്ങളെ അവൾ ഭയപ്പെട്ടു. ഫ്ലാറ്റിലേക്ക് താമസം മാറുന്ന കാര്യം ഷാജുവിനെ എന്നും ഓർമ്മിപ്പിച്ചെങ്കിലും അതൊക്കെ വെള്ളത്തിൽ വരച്ച വരകളായിരുന്നു. താനൊരു അമ്മയാകാൻ പോകുന്നു എന്ന വാർത്ത അവളെ തെല്ലൊന്ന് സന്തോഷിപ്പിച്ചുവെങ്കിലും ആ സന്തോഷം അധികം നാൾ നീണ്ടുനിന്നില്ല. ഗർഭാവസ്ഥയിൽ തന്നെ തൻ്റെ കുഞ്ഞിനെ അവൾക്ക് നഷ്ടപ്പെട്ടു. മിസ്കാരേജിന് ശേഷം കൂടെ വേണ്ടി വന്ന ടോയ്ലറ്റ് സന്ദർശനവും അതിനുവേണ്ടി ബക്കറ്റും പിടിച്ചുള്ള ലൈനിൽ നിൽപ്പും അവളെ മാനസികമായി കൂടുതൽ തളർത്തി. നമുക്ക് തൽക്കാലത്തേക്കെങ്കിലും ഒരു ഫ്ലാറ്റിലേക്ക് വാടകയ്ക്ക് മാറാം ചേട്ടാ എന്ന് അവൾ ഷാജുവിനോട് കെഞ്ചി പറഞ്ഞു. അതൊന്നും ഉടനെ നടപ്പുള്ള കാര്യമല്ല പ്രിൻസി. എൻ്റെ ബിസിനസ്സും അതിനോട് ബന്ധപ്പെട്ട കോണ്ടാക്ട്സും ഒക്കെ ഇവിടെയാണ്, ഷാജു തീർത്തു പറഞ്ഞു. എന്നാൽ എന്നെ നാട്ടിൽ കൊണ്ടുപോയി വിടൂ. ഞാൻ കുറച്ചു നാൾ അമ്മയുടെ കൂടെ പോയി നിന്നിട്ട് വരാം. എനിക്ക് കൊണ്ടുവിടാൻ സമയമില്ല. വേണേൽ ട്രെയിനിലോ ഫ്ലൈറ്റിലോ കയറ്റിവിടാം, ഷാജു പറഞ്ഞു. അവസാനം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ തനിയെ വിമാനമിറങ്ങുമ്പോൾ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ അനിയൻ ഡേവിസ് കാത്തുനിൽപ്പുണ്ടായിരുന്നു. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ എന്തൊരു കോലാടി നിൻ്റേത് എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ കരഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ഫ്ലാറ്റിലേക്കല്ലാതെ തിരിച്ചു പോകേണ്ടെന്ന് പപ്പ തീർത്തു പറഞ്ഞു. 1 മാസം കടന്നുപോയി. 1-2 തവണ ഷാജു വിളിച്ചപ്പോൾ തിരിച്ചു ബോംബെക്ക് ചെല്ലുന്നതിനെ അവൾ ഒരു നിബന്ധന വച്ചു. നടക്കില്ലെന്ന് ഷാജു തീർത്തു പറഞ്ഞപ്പോൾ അവളുടെ അമ്മ ഷാജുവിൻ്റെ അമ്മയെ വിളിച്ച് സംസാരിച്ചു. അവൾക്ക് അവന് ജീവനാണ് ഗ്രേസിയെ, പക്ഷേ അവിടുത്തെ താമസം അവൾക്ക് പറ്റാത്തതുകൊണ്ടാണ്, അമ്മ പറഞ്ഞു. ഫ്ലാറ്റിലോട്ട് മാറുന്നതൊന്നും നടപ്പുള്ള കാര്യമല്ല ലില്ലി. ഞങ്ങളൊക്കെ ഇവിടെ തന്നെയല്ലേ ജീവിക്കുന്നത്. ഇനി ഞാൻ സമ്മതിച്ചാൽ പോലും ഈ ഏരിയ വിട്ടു പോകാൻ അവൻ തയ്യാറല്ല. അമ്മ ഫോൺ വെച്ചു. മാസങ്ങൾ പിന്നെയും കടന്നുപോയി. ഒല്ലൂരിൽ നിന്നും റാഫേൽ അങ്കിളും വീട്ടിൽ വന്നപ്പോൾ പെണ്ണിനെ എത്ര നാൾ ഇങ്ങനെ പിടിച്ചു നിർത്തും? അവന് താല്പര്യമില്ലെങ്കിൽ വിവാഹമോചനത്തിന് കേസ് കൊടുക്കടാ എന്ന് പറഞ്ഞപ്പോൾ പപ്പയോടൊപ്പം പ്രിൻസിയും ഞെട്ടിപ്പോയി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സിനിമയിലും സീരിയലിലും മാത്രം നടക്കുന്ന ഒരു കാര്യമായിരുന്നു ഡിവോഴ്സ്.
അവസാനം ഷാജുവിൽ നിന്നും അനുകൂലമായ ഒരു സമീപനവും ഉണ്ടാകാതിരുന്നപ്പോൾ തൃശൂർ കുടുംബ കോടതിയിൽ അവൾ കേസ് ഫയൽ ചെയ്തു. നോട്ടീസ് ലഭിച്ച ശേഷം ഷാജു ഒരു തവണ പോലും വിളിക്കുകയോ സംസാരിക്കുകയോ ചെയ്തില്ല. 2 തവണ ഹിയറിങ്ങിന് വന്നപ്പോൾ പോലും ഒന്നും സംസാരിച്ചില്ല. ഒടുവിൽ ഉഭയസമ്മതപ്രകാരം വിവാഹമോചന കരാർ ഒപ്പുവെക്കുമ്പോൾ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഷാജുവിൻ്റെ മുഖത്തേക്ക് ദയനീയമായി നോക്കി. എന്നാൽ അവന് യാതൊരു ഭാവഭേദവും ഇല്ലായിരുന്നു. അവളുടെ പപ്പയുടെയും മമ്മിയുടെയും കണ്ണിൽ നിന്നൊഴുകിയത് കണ്ണീരല്ലായിരുന്നു, അത് രക്തമായിരുന്നു. കാരണം വിവാഹമോചനം എന്ന സംഭവം അവരുടെ യാഥാസ്ഥിതിക കുടുംബത്തിൽ കേട്ടുകേൾവി പോലുമില്ലാത്ത സംഭവമായിരുന്നു. വർഷം 1-2 കഴിഞ്ഞു. ഷാജു പ്രധാനപ്പെട്ട കണ്ണിയായിരുന്ന മണി ചെയിൻ പൊളിഞ്ഞു. തലപ്പത്തുണ്ടായിരുന്ന ഉത്തർപ്രദേശുകാരൻ ഭയ്യ മുങ്ങി. പൈസ ഇരട്ടിപ്പിക്കാൻ ഷാജുവിൻ്റെ കയ്യിൽ കൊടുത്തിരുന്ന മറാഠികളും മറ്റുള്ളവരും ഷാജുവിനെ തങ്ങളുടെ പണത്തിനായി സമീപിച്ചു. വീട്ടുജോലിക്ക് പോകുന്ന കാംവാലികൾ വരെ പണം കൊടുത്തവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒടുവിൽ പറഞ്ഞ അവധികൾക്കൊന്നും പണം തിരികെ നൽകാൻ സാധിക്കില്ല എന്ന അവസ്ഥ വന്നപ്പോൾ ഷാജുവും കുടുംബവും കേരളത്തിലേക്ക് പലായനം ചെയ്തു. ചാവക്കാടിനടുത്തുള്ള മേമയുടെ വീട്ടിൽ അമ്മയെയും അനുജത്തിയെയും ആക്കിയതിനു ശേഷം ഷാജു അവിടെ നിന്നും എങ്ങോട്ടോ കടന്നുകളഞ്ഞു. ഷാജുവിനെ പറ്റി ഒരു വിവരവും ലഭിക്കാതെ വന്നപ്പോൾ കടക്കാർ കേരളത്തിലുമെത്തി അന്വേഷണം നടത്തി. അപ്പോഴേക്കും കൂടുതൽ പണം ലഭിക്കാനുള്ള ആളുകൾ ചേർന്ന് ഷാജുവിൻ്റെ റൂം കയ്യേറി അവിടെ താമസം തുടങ്ങിയിരുന്നു. ഷാജുവിൻ്റെ സുഹൃത്തുക്കളായിരുന്ന ഗണേഷ് കാംബ്ലെയും മങ്കേഷ് തോറാട്ടും അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. രണ്ടാമതൊരു വിവാഹത്തിന് സമ്മതിക്കാതിരുന്ന പ്രിൻസി അടുത്തുള്ള ഒരു ആശ്രമത്തിൽ അഭയം തേടിയിരുന്നു. കടക്കാരുടെ ശല്യം കാരണം നാട്ടിൽ വന്ന് അമ്മയെ കാണാൻ നിവൃത്തിയില്ലാതെ പല ദേശത്ത് പല ജോലികൾ ചെയ്ത് ജീവിച്ച് അവസാനം എന്തും വരട്ടെ എന്ന് കരുതി നാട്ടിൽ തിരിച്ചെത്തിയപ്പോഴേക്കും നിയന്ത്രണമില്ലാത്ത മദ്യപാനം ഷാജുവിനെ ഒരു കരൾ രോഗിയാക്കി മാറ്റിയിരുന്നു. ചികിത്സ കൊണ്ട് ഇനി യാതൊരു പ്രയോജനവുമില്ല എന്ന് പറഞ്ഞ് തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ കൈയൊഴിഞ്ഞു. ഒടുവിൽ വാടക വീട്ടിലെ മുറിക്കുള്ളിൽ മരണം കാത്തു കിടക്കുമ്പോൾ പ്രിൻസിയെ ഒരു നോക്ക് കാണാനും മാപ്പ് പറയാനും അവൻ്റെ ഉള്ളം തുടിച്ചു. വിരലിലെണ്ണാവുന്ന മാത്രം ബന്ധുക്കളുടെയും അയൽക്കാരുടെയും സാന്നിധ്യത്തിൽ ഒരു അനാഥ പ്രേതം പോലെ ഷാജുവിൻ്റെ മൃതശരീരം പള്ളിയിലേക്കെടുക്കുമ്പോൾ അതൊന്നും അറിയാതെ പ്രിൻസി ആശ്രമത്തിലെ ചാപ്പലിൽ പ്രാർത്ഥനയിൽ മുഴുകിയിരിക്കുകയായിരുന്നു.